മാതാവിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു ഭവനമായിരുന്നു എന്ന് വേണം നമുക്കത് മനസ്സിലാക്കുവാൻ. ക്ഷണിക്കപ്പെടാതെ തന്നെ മാതാവിന് ചെല്ലുവാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ഭവനത്തിലാണ് ഈ വിവാഹ വിരുന്ന് നടക്കുന്നത്. ഇവിടെ യേശു തമ്പുരാൻ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതിന് ശേഷം വീണ്ടും യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ധ്യാനിക്കുമ്പോൾ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന യേശു എന്തുകൊണ്ടാണ് പിന്നെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്? ഇനി യേശു അത്ഭുതം പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്തിനാണ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്?